വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന് 21-ാമത്തെ വാക്യം. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയുടെ വിഷയം സിംഹാസനത്തിൽ ഇരിക്കുവാനുള്ള വരം എന്നതാണ്. കൊടുപ്പുറപ്പുകളെ, ക്രിസ്തീയ ജീവിതത്തിൽ ജയിക്കുന്നവന് നിത്യതയിൽ ലഭിക്കുന്ന പ്രതിഫലങ്ങൾ വലുതാണ്, പലതാണ്. ജയാളികളായ വിശ്വാസികൾക്ക് വൈവിധ്യമാർന്ന വാഗ്ദത്തങ്ങൾ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന നിലയിൽ തുല്യരാണെങ്കിലും ഓരോരുത്തർക്കും ലഭിക്കുന്ന പ്രതിഫലങ്ങളിലും പദവികളിലും വ്യത്യാസങ്ങളുണ്ട്. വിശ്വാസം കൊണ്ട് വിശ്വാസികൾ ഏവരും ദൈവമക്കളും മണവാട്ടിയുമാണ്. എന്നാൽ ഭൂമിയിലെ പ്രവർത്തനത്തിനനുസരിച്ച് വേർപാടും വിശുദ്ധിയും അനുസരിച്ചതിനനുസരിച്ച് പ്രതിഫലങ്ങളും സ്ഥാനങ്ങളും വ്യത്യസ്തമായിരിക്കും. ആ വ്യത്യസ്തമായ പ്രതിഫലങ്ങളും സ്ഥാനങ്ങളും നേടുവാൻ, അനുഭവിക്കുവാൻ ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഇടയായി തീരട്ടെ. പ്രിയരെ, ജയിക്കുന്നവന് ക്രിസ്തുവിൻ്റെ അവകാശത്തിൽ പങ്ക് ലഭിക്കും എന്ന് മാത്രമല്ല, അവനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു വാഴുവാൻ അവസരം ലഭിക്കും. വാഴുന്നവർ ആരും തങ്ങളുടെ സിംഹാസനത്തിൽ ആരെയും കൂടെ ഇരുത്തുകയില്ല. എന്നാൽ രാജാതിരാജാവായി ഭരിക്കുവാൻ അധികാരവും അവകാശവും ഉള്ളവനായ ക്രിസ്തുവേശു ചെയ്യുന്നത് നേരെ മറിച്ച, തന്നോടുകൂടി തൻ്റെ നാമത്തിനായി നിലനിൽക്കുന്നവരെ തൻ്റെ സിംഹാസനത്തിൽ കൂടെ ഇരുത്തുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. താനത് നേരിട്ട് ചെയ്ത വാഗ്ദത്തമാണ്. ഒന്നിലധികം പേർക്കിരിക്കാവുന്ന കട്ടിൽ പോലെയുള്ള സിംഹാസനമാണ്. രാജാവും രാജ്ഞിയും ഒന്നിച്ചിരിക്കുന്ന സന്തോഷകരമായ അനുഭവം പോലെയാണ് ആ സിംഹാസനത്തിലെ ഇരിപ്പ്. ആ ഇരിപ്പിന് ദൈവം നമ്മെ ക്ഷണിച്ചിരിക്കുന്നു, അനുവദിച്ചിരിക്കുന്നു. ജോസഫ് എന്ന ഭരണാധികാരി ഫറവോന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നുവെങ്കിലും, ഏറെ ആദരിക്കപ്പെട്ടവനെങ്കിലും, ഫറവോൻ ജോസഫിനെ ഏറെ ആദരിച്ചിരുന്നുവെങ്കിലും ഒരിക്കലും തൻ്റെ കൂടെ ഇരുത്തിയിരുന്നില്ല എന്ന് തിരുവചനത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഫറവോൻ ജോസഫിനെ കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്: നീ എൻ്റെ ഗൃഹത്തിന് മേലധികാരിയാകും, നിന്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിച്ചു നടക്കും, സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 41-ാമത്തെ അധ്യായത്തിൽ ഈ ഭാഗം വായിച്ചത് ഓർമ്മ വരുന്നില്ലേ? ഫറവോൻ ജോസഫിനെ ആദരിച്ചെങ്കിലും മാനിച്ചെങ്കിലും തൻ്റെ കൂടെ ഇരുത്തിയില്ല. ഇങ്ങനെയാണ് ലോകത്തിലെ ഏതു ഭരണാധികാരിയും. ലോകത്തിൽ ഒരു ഭരണാധികാരിയും അത് ചെയ്യുകയില്ല. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ: ഞാനത് ചെയ്യും, ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ ഇരുത്തും. പ്രിയരെ, ആ വാഗ്ദത്തം താങ്കൾക്കും അവകാശപ്പെട്ടതാണ്. അത് പ്രാപിക്കുവാൻ താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? ലോകരാജാക്കന്മാർ തങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്തവരെ ബഹുമാനിക്കുകയും പദവികളും സമ്മാനങ്ങളും സ്ഥാനമാനങ്ങളും നൽകുകയും ചെയ്യുന്നവരാണ്. ഫറവോൻ ജോസഫിനെയും നെബൂഖദ്നേസർ ദാനിയേലിനെയും അഹശ്വേരോശ് മൊർദെഖായിയെയും ബഹുമാനിച്ചു. ഏറെ സമ്മാനങ്ങളും അധികാരങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ നൽകിയെങ്കിലും അവരെ തങ്ങളോടൊപ്പം ഇരുന്ന് കാണുവാൻ അവർ ആഗ്രഹിച്ചില്ല, അത് അനുവദിച്ചുമില്ല. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന ഭരണാധികാരി അങ്ങനെയല്ല എന്ന് ഓർത്ത് ഒന്ന് സ്തോത്രം പറഞ്ഞ്, ജയാളികളായ തൻ്റെ വിശുദ്ധന്മാരെ തന്നോടുകൂടി തൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. രാജാതിരാജാവിനോടൊപ്പം സിംഹാസനത്തിൽ ഇരുന്ന് വാഴുക എന്നത് പ്രിയരെ ഏറ്റവും ഉന്നതമായ പദവിയാണ്. ഇത്ര വലിയൊരു പ്രതിഫലവും വേറെയില്ല. വിദ്യാഭ്യാസമോ കുലമഹിമയോ കഴിവുകളോ പാരമ്പര്യമോ ഒന്നുമല്ല ഈ പ്രതിഫലം പ്രാപിപ്പാനുള്ള യോഗ്യത. ക്രിസ്തീയ ജീവിതത്തിൽ ദൈവവചനപ്രകാരം ജീവിച്ച് ജയിച്ചു വരുന്നവനായ ഏതൊരു സാധാരണ വിശ്വാസിക്കും ലഭിക്കുന്ന ഉന്നതമായ പ്രതിഫലം ഇവിടെ വാഗ്ദത്വം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയരെ, വീണ്ടും ജനനം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഇറങ്ങിത്തിരിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ടവരായ എല്ലാ ദൈവമക്കളും
അന്ത്യത്തോളം ഉത്സാഹമുള്ളവരായി ജീവിപ്പാൻ, തങ്ങളുടെ ജീവിത നിലവാരത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ, വേർപാട് അനുഷ്ഠിക്കുവാൻ, ലോകവുമായി വേർപാട് പാലിച്ച് ജീവിക്കുവാൻ, ആത്മിക ജീവിതത്തിന് എതിരായി തങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുന്നതെല്ലാം ഉപേക്ഷിച്ച് വർജനം ആചരിക്കേണ്ടതിനെല്ലാം വർജനം ആചരിച്ച് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം വിശ്വസ്തയോടെ ചെയ്ത് വിശ്വസ്തതയുള്ളവരായി ജീവിക്കുവാൻ പോരാടുക. ആ ജീവിതം വിജയിപ്പിക്കുവാൻ കർത്താവ് തന്നെ നമ്മെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് ദാനം തന്നിരിക്കുന്നത്. പ്രിയരെ ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വസ്തയോടെ നിവർത്തിച്ച് ഉന്നത പദവികളും പ്രതിഫലങ്ങളും പ്രാപിപ്പാൻ നാം നമ്മുടെ ജീവിതത്തിൽ സകല ഉത്സാഹവും കഴിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞ് പോയിരിക്കുന്ന കാര്യം മറന്നു പോകരുത്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇതാണ് പരമമായ വാഗ്ദത്തം. യേശു കർത്താവ് പിതാവാം ദൈവത്തോടും പ്രാർത്ഥിച്ചതും ഇത് തന്നെയല്ലേ? പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിനും ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് നമ്മുടെ വാഴ്ചപ്പെട്ട രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവിനോടുള്ള അപേക്ഷ നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ കഴിയും. കൂടപ്പുറപ്പുകളെ, സബദിപുത്രന്മാരുടെ അമ്മ ഒരിക്കൽ കർത്താവിനോട് ആവശ്യപ്പെട്ടതൊന്ന് ചിന്തിച്ച്, ഈ എൻ്റെ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ എന്നാണ് അവർ പ്രാർത്ഥിച്ചത്. നമുക്ക് ഇത് കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്നോർത്ത് എത്ര പേർക്ക് സന്തോഷിക്കാൻ ഇന്ന് പ്രഭാതത്തിൽ കഴിയും. അത് നമുക്ക് ലഭിക്കണമെങ്കിൽ ഒന്ന് മാത്രം നാം ശ്രദ്ധിക്കണം. നാം ഈ ഓട്ടക്കളത്തിൽ, ഈ ഓട്ടത്തിൽ ജയിക്കണം. ഈ പോരാട്ടത്തിൽ നാം ജയിക്കണം, പിന്മാറരുത്. ജയം പ്രാപിച്ചാൽ കൂടെ ഇരിപ്പാൻ, കർത്താവിൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം ലഭിക്കും. കർത്താവ് പറഞ്ഞത് നോക്കൂ, ഞാൻ ജയിച്ചു, പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ നിങ്ങൾ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. പ്രിയരെ, ജീവിതത്തിൽ നിരവധി പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ ഉണ്ടാകാം. എന്നാൽ അതിനെയെല്ലാം സഹിച്ച് ജയിച്ച് മുന്നേറുവാൻ പോരാടുക, വാഗ്ദത്തം നേടിയെടുക്കുക, ഉറച്ച വിശ്വാസിയായി നിലകൊള്ളുക, ഒരു ചുവട് പോലും പുറകോട്ട് മാറുക, വിശ്വാസ ജീവിതത്തിൽ പോരാടി മുന്നേറുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ അപ്പൻ്റെ മാറ്റമില്ലാത്ത വചനസത്യങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ ആ വചനം കേട്ട് ധ്യാനിച്ച് സന്തോഷിക്കുവാൻ, ഞങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് ശോധന ചെയ്യാൻ, ഞങ്ങളുടെ ജീവിത നിലവാരത്തെ ഒന്ന് ശോധന കഴിക്കാൻ ഞങ്ങളെ സഹായിക്കുന്ന വൻകൃപകൾക്കായി സ്തോത്രം. അപ്പം ഈ ഭൂമിയുടെ പരപ്പിലെ വിശ്വാസ ജീവിതം വിജയകരമായി പൂർത്തീകരിക്കാൻ, ഈ പോരാട്ടത്തിൽ വിജയിക്കാൻ, ഈ ഓട്ടത്തിൽ വിജയം കൈവരിച്ച് ലക്ഷ്യം സാധിക്കാൻ, അങ്ങിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കാനുള്ള വരം ഞങ്ങൾക്ക് അങ്ങ് വാഗ്ദത്തം ചെയ്തല്ലോ, അത് നേടിയെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആ വാഗ്ദത്തം ഒരിക്കലും ഞങ്ങൾക്ക് കൈമോശം വരുവാൻ ഇടയാകുന്ന ഒരു ജീവിത നിലവാരം പുലർത്താൻ ഞങ്ങൾക്ക് ആർക്കും ഇടയാകരുത്. കർത്താവിൻ്റെ ആത്മാവിൻ്റെ ബലവും സഹായവും നടത്തിപ്പ് ഞങ്ങൾ ചോദിക്കുന്നു. ഇന്ന് പകലിൽ ജനം വിടുവിക്കപ്പെടട്ടെ. ഈ വചനം അനുസരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിൻ്റെ ഏറിയ കൃപ പകരുന്നു. മഹത്വം അംഗീകരിക്കപ്പെട്ട സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വാഗ്ദത്തങ്ങൾ പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവൻ നയിക്കാൻ സർവശക്തനായ ദൈവം ഏവർക്കും കൃപ നൽകി തരട്ടെ. കർത്താവിന്റെ വരവിനുവേണ്ടി ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.